ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. രാഷ്ട്രീയപരമായ പാർട്ടികൾ പലരും പല തട്ടിലായിരിക്കും പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയപരമായ ശത്രുത അനിവാര്യമാണ് താനും. അതേസമയം വ്യക്തിപരമായി പരസ്പരം ബഹുമാനിക്കുന്ന അനവധി രാഷ്ട്രീയ നേതാക്കൾ കടന്നുപോയ രാജ്യത്തിന്റെ പൈതൃകത്തിന് മോദിയും ബി.ജെ.പിയും അപമാനമാണെന്ന് പറയേണ്ടി വരും. സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പിൻനിരയിൽ ഇരുത്തിയ ബി.ജെ.പിയെയും മോദിയെയും കടന്നാക്രമിക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ. ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷ നേതാവിനും പ്രധാനമന്ത്രിയോടും പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന അത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പിൻനിരയിലേക്ക് ഇറക്കിയ ബി.ജെ.പി തത്വത്തിൽ അപമാനിച്ചത് ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് പറയേണ്ടി വരുന്നത്. എന്ത് പെടിഞ്ഞായം നിരത്തിയാലും തെറ്റിനെ സാധൂകരിക്കാൻ ബി.ജെ.പി എത്ര ശ്രമിച്ചാലും തെറ്റല്ലാതാകുന്നില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂൺ 4-ന് രാജ്യം മാറി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രധാനമന്ത്രി ഉണരുമെന്നും കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പിൻനിരയിൽ ഇരുത്തിയ ധിക്കാരപരമായ പെരുമാറ്റം പ്രധാനമന്ത്രി പാഠം പഠിക്കാത്തതിന്റെ തെളിവാണെന്നായിരുന്നു സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചത്. പ്രധാനമന്ത്രി നിസ്സാര ചിന്താഗതിയുള്ള ആളാണെന്നും അതിന് അദ്ദേഹം തെളിവ് നൽകുന്നുണ്ടെന്നുമാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് വിമർശിച്ചത്. ചെറിയ മനസ്സുള്ളവരിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. രാഹുൽ ഗാന്ധി 5-ാം നിരയിൽ ഇരുത്തിയ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നിരാശയാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ അത് രാഹുൽ ഗാന്ധി ഒരു തരത്തിലും ബാധിക്കില്ല. രാഹുൽ ഇനിയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും എന്നും സുപ്രിയ ശ്രീനേറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ട അതിഥികൾക്കും പിന്നിലായി മാത്രം രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം നൽകിയതിനെ തൃണമൂൽ അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും വിമർശിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരെ അമിത് ഷാ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, എസ് ജയശങ്കർ, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുടങ്ങിയ മുൻനിരയിൽ ഇരുന്നപ്പോൾ ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവിനെ പിന്നിലിരുത്തിയത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് TMC ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധിക്ക് ഇരിപ്പിടം നൽകിയത് ഹോക്കി താരങ്ങൾക്കൊപ്പം 5-ാം നിരയിലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ആദ്യ നിരയിൽ ഇരിക്കണം എന്നാണ് പ്രോട്ടോകോൾ. കേന്ദ്രമന്ത്രിമാരുടെ അതേ റാങ്ക് തന്നെയാണ് രാഹുൽ ഗാന്ധിക്കുമുള്ളത്. 10 വർഷത്തിനിടെ ആദ്യമായാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയും ഈ പരിപാടിക്കുണ്ടായിരുന്നു. എന്നാൽ വ്യക്തിവൈരാഗ്യം കൊണ്ട് മാത്രം ചടങ്ങിനെ ശോഭ കെടുത്തുന്ന നടപടിയാണ് മോദിയുടെയും കൂട്ടരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും കോൺഗ്രസ് വിമർശിക്കുകയാണ്.